90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. മുകേഷ് അങ്കിളെ, നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ഈസ് കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. കൃഷ്ണജിത്തിന് GRB നൽകുന്ന ഒരു സമ്മാനം. കൃഷ്ണജിത്തെ, നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 ഗ്രാൻഡ് ലോഞ്ച് ഒക്കെ കഴിഞ്ഞ ഒരു മത്സര ചൂടിൽ ഇങ്ങനെ നിൽക്കാണ് അല്ലേ? അപ്പോൾ ആ ഒരു ചൂട് ഇപ്പൊ പഠിത്തത്തിലും ഉണ്ടോ? പഠിത്തത്തിലും ചൂടൊക്കെ ഉണ്ട്. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇന്ന് തന്നെ പോയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അത് നീ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളെ ആനിമേഷൻ വെച്ചിട്ടായിരിക്കും പഠിപ്പിച്ചു തരാം. അപ്പോൾ മോന് കുറച്ചും കൂടെ ക്യാച്ച് ചെയ്യാനും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ? ഞാൻ 8th സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അവർ 5th തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കാണ് അവരത് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇന്ന് ചെന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ? അയ്യോ സത്യം, നമുക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കും അല്ലേ? ഈ ടോപ്സിന് ഒരുപാട് സാദൃശ്യമുള്ള ഒരുപാട് പേര് വരുന്നു. കൊള്ളാം. ഏത് പാട്ടാ മോനെ? ഞാൻ സാറ് പാടിയ കള്ളിപ്പൂങ്കയിലെ വേണി ഇഗ്നീഷ്യസ്, ഗിരീഷ് പുത്തഞ്ചേരി. നല്ലൊരു പാട്ടാണ്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ? കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ? കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ കാനനം നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ? കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ? കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ?
തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ കാനന നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറയതെന്തേ കള്ളിപ്പൂങ്കുയിലേ കന്നി തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ ഓ സാറേ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. കാരണം പാട്ട് ഇപ്പോഴും എൻ്റെ അകത്ത് ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുക. മോൻ പാടിയത് Thank you, sir. അത്ര അതിമനോഹരമായിരുന്നു പാടിയത്. താങ്ക് യു സാർ. മോൻ്റെ പാട്ടിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫീൽ, അതിന് കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ശരിക്കും നമ്മളെ വല്ലാതെ അങ്ങ് അലിയിച്ചു പോകുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് മോൻ കൊടുത്തത്. നോ ഡൗട്ട് ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ശ്രീകുട്ടൻ ചേട്ടൻ പാടിയ പാട്ടാണിത്. മോൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ശ്രീകുട്ടൻ ചേട്ടൻ എൻ്റെ ചെവിയിൽ 3 ലൈൻ പാടി തന്നു. ഇത്തരം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലേ ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അത്രയും കണ്ടന്റ് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നൊരു പാട്ടാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ 3 പേര് ഇരുന്നത്. പക്ഷെ മോൻ പാടിക്കഴിഞ്ഞപ്പം ആ ഡീറ്റെയിൽസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ മോൻ പാടി. താങ്ക് യു സാർ. താങ്ക് യു. ആ ഡീറ്റെയിൽസും അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളും എല്ലാം മോൻ അങ്ങ് കിടക്കുകയാണ്. കയ്യിൽ സ്റ്റഫ് ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മോൻ ഇപ്പം ഈ ടോപ്പ് സിംഗറിൻ്റെ ഈ ഒരു റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇത്തരം ടാലൻസ് കാഴ്ച തരുമ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളൊക്കെ എന്ത് ടൈപ്പ് പാട്ടുകളും കൊണ്ടാണ് വരിക എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ അകത്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും ഉണ്ടെന്ന് അറിയാം. എനിവേസ് ഒന്നും കൂടുതൽ പറയാനില്ല. മോൻ വളരെ വളരെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ദീപുവിനെ ഞാൻ ഈ പാട്ടൊന്ന് 2 വരി പാടി കേൾപ്പിച്ചു. അതായത് വേറൊന്നുമല്ല, കള്ളിപ്പൂങ്കുയിലെ കന്നി തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, അങ്ങനെ ഉള്ള ഒരുപാട് ഫീലുണ്ട്. കാവതിക്കാക്കതൻ കൂട്ടിൽ, അവിടൊക്കെ ആ ഭാവങ്ങൾ വന്നാലേ രക്ഷപ്പെടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ടോപ്പ് ബാൻഡ് സൂപ്പർ, എസ്പെഷ്യലി ദാറ്റ് സെക്കൻഡ് BGM വയലിൻസ് ആൻഡ് സ്വിഷിന്റെ കോംബോ, അത് വളരെ കറക്റ്റായിട്ട് കിച്ചി 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 എന്ന് പറഞ്ഞു. പിന്നെ മോന് അങ്കിളിന്റെ ഒരു സജഷനാണ്, നന്നായിട്ട് പാടി ഈ ശ്രുതി എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ സാർ. കാവതിക്കാക്കതൻ കൂട്ടിൽ നിന്ന് പാടില്ല, ശ്രുതി എന്നിട്ട് കൊടുത്തേ. കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ. അത് അവിടെ കുറച്ച് ഇത് പോയി, കുഴപ്പമില്ല. പക്ഷെ നീ മാനേജ് ചെയ്ത് ബാക്കി സാധനം കൊണ്ട് അതിനെ അങ്ങ് മൂടി എല്ലാം കൊണ്ട്. ചില സ്ഥലത്ത് മോൻ ഇത്തിരി വോളിയം ശബ്ദം ഒതുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്ന ചിന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ബിക്കം നമ്പർ 1 സിംഗർ. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാജസദസ്സിൽ ഒരു കച്ചേരി നടക്കുകയാണ്. ഈ കച്ചേരി നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സ്ഥിരമായിട്ട് കാണാൻ വരുന്ന ഒരു സ്വാമിയുണ്ട്. അപ്പൊ അവിടെ രാജാവ് ഇരിക്കും, എല്ലാവരും ഇരിക്കും. അപ്പൊ ഈ സ്വാമി ബലെന്ന്. അപ്പൊ ഇത് വലിയ അസ്വസ്ഥതയായി രാജാവ്. അപ്പൊ ഓരോ സംഗതികൾ അപാരമായിട്ട് ഈ ആള് പാടുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഈ സഭാഷ് ബലെ ഭേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവ് പറഞ്ഞു, ഇനി മേലാൽ ഈ സദസ്സിൽ ആരെങ്കിലും ഇതുപോലെ ബഹളം ഉണ്ടാക്കോ, ഈ സഭാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലവെട്ടിക്കളയുന്നതാണ്. ദിവസം വരുന്നത് GN ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ വലിയൊരു ഗായകനാണ്, ശാസ്ത്രീയ ഗായകൻ. അപ്പോൾ അദ്ദേഹം വന്ന് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വളരെ സൈലൻസ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റിൽ സഹി ഇട്ടിട്ട് ഈ സ്വാമി എന്നെ എണ്ണിച്ചിട്ട്, ആഹാ ബലെ ഭേഷ്, തല പോനാലും ബലെ ഭേഷ്, എന്റെ തല പോയാലും ബലെ ഭേഷ് എന്ന് പറഞ്ഞു. എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ തല പോവും സ്വാമിയുടെ. രാജാവ് വിളിച്ചിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരു സ്വർണ്ണ കിഴിയെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീയാണ് യഥാർത്ഥ കലാകാരൻ. ഓൾ ദി ബെസ്റ്റ്. ഉഗ്രനായിരുന്നു കേട്ടോ, സൂപ്പറായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. ഹാലോജൻ ബൾബ് ഇങ്ങനെ പതുക്കെ കത്തിയിട്ട് ഇങ്ങനെ തെളിഞ്ഞു പറഞ്ഞ പോലെയായിരുന്നു. ശ്രുതിയിൽ അങ്ങോട്ട് ലയിക്കാൻ കുറച്ച് സമയമെടുത്തു. പല്ലവി തുടങ്ങിയപ്പോൾ കുറച്ച് ശ്രുതിയിലേക്ക് ഇങ്ങനെ ആയി വന്ന് പിന്നെ ഓക്കെ ആയി. എന്തായാലും കൊള്ളാം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് മോനെ കലയ്ക്ക്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. വളരെ നല്ല പാട്ടായിരുന്നു. നല്ല ഫീലോട് കൂടി തന്നെ പാടി. എന്ന് മാത്രമല്ല, ഈ 3 പേരും ഇവർക്ക് ഇല്ലാത്തൊരു കാര്യം എനിക്കുള്ളതെന്നറിയാം, ഇവർ പാട്ട് മാത്രം ശ്രദ്ധിക്കും. ഞാൻ പാട്ടിനോടൊപ്പം ആ സിനിമയിലെ ഭാഗങ്ങളും ശ്രദ്ധിക്കും. അപ്പോൾ എനിക്ക് കൂടുതൽ ആസ്വാദനം കുറച്ചുകൂടെ കൂടുതലാണ് എനിക്ക്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സംവിധായകരിലൊരാളായ പ്രിയദർശനാണ് ഇത് സംവിധാനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം പല സിനിമകളിലും തുടങ്ങുന്നതിനൊക്കെ മുമ്പ് നമ്മൾ കാണുമ്പോഴത്തേക്കൊക്കെ കഥ പറയും.
ഈ കഥ പറഞ്ഞതിന് ശേഷം എനിക്കൊരു ഭയങ്കര സംശയം വന്നു. ഒന്ന് കംപ്ലീറ്റ് കെട്ടുകഥയാണ്. ഇത് നടന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ ആളുകൾ വിശ്വസിക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്രിയദർശനിൽ സംശയമില്ല. ഇദ്ദേഹം ഇത് കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ സൂപ്പർ ഹിറ്റ് ആകാൻ പോകുന്ന ഒരു കാര്യം, ഒരു സംഭവം വരുമ്പം പ്രകൃതിയും ദൈവവും എല്ലാം കൂടെ വാരി കോരി കൊടുക്കും. അതുകൊണ്ടാണ് അത്ര മനോഹരമായ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ദൃശ്യ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തില്ലാത്ത ഒരു സ്ഥലമാണ്, ലോകത്തില്ലാത്ത ഒരു കഥയാണ്. അതെല്ലാം ഡെസ്റ്റൈൻ ടു ബിക്കം എ സൂപ്പർ ഹിറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോനവിടെ നിന്ന് പാടുമ്പം ആ സീനുകളാണ് അങ്കിളുടെ മനസ്സിലേക്ക് വന്നത്. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫീൽ ഉണ്ടായിരുന്നു. ചുമ്മാ പാടിക്കഴിഞ്ഞാൽ ആ സീനൊന്നും വരത്തില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും മോന് ഏറ്റവും നല്ല ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. എനിക്ക് അല്ലെങ്കിൽ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് പാടിയിട്ടുമുണ്ട്. ഈ പാട്ട് ആണെങ്കിൽ 2 വരി ഞാൻ പാടിച്ചോ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ ചൊല്ലുമോ കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടൊരു നാൾ കാനനം നീളി നീ പാറി പറന്നൊരു കള്ളം പറഞ്ഞതിൻ്റെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ ചൊല്ലുമോ. കൃഷ്ണജസിന്റെ പാട്ട് കേട്ടിട്ട് ജഡ്ജസ് കൃഷ്ണജസിന് തരുന്നു എ എക്സ്ട്രീം. Congratulations, you are awarded A Extreme. അടിമോനെ ഒരു കൗശിപ്പൂക്കുട്ടി. അപ്പൊ കൃഷ്ണജിത്ത് all the best. Thank you. All the best. Bye bye. All the best. ഹലോ കൺഗ്രാറ്റുലേഷൻസ് കൃഷ്ണജിത്ത്. എക്സ്ട്രീം ഒക്കെ അടിച്ചതിൽ എന്താണ് ഇപ്പം എന്താ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ ഗ്രൂമേഴ്സിനോടും നല്ലോണം നന്ദിയുണ്ട്. ഓക്കെ, അങ്കിളിന് എന്താ? എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ജഡ്ജസിൻ്റെ മുമ്പിൽ പാടിയിട്ട് ഇങ്ങനെ എക്സ്ട്രീമെല്ലാം നേടാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്.